ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. അപ്പോൾ എല്ലാ വട്ടത്തെയും പോലെ തന്നെ ഇന്നും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യനും ആൻസറും ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നുകയാണെങ്കിൽ റൈറ്റ് ഡൗൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ സ്റ്റഡീസിന് ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് അനാറ്റമിക്കൽ ടേംസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ മോഷൻ ഇൻ ദ പിക്ചർ അബോ? ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ ഈ താഴെ കൊടുത്തിരിക്കുന്ന അനാറ്റമിക്കൽ ടേംസിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഞാൻ വായിക്കാം: അഡക്ഷൻ, അബ്ഡക്ഷൻ, സുപ്പിനേഷൻ, പ്രൊണേഷൻ. ഈ നാലെണ്ണത്തിൽ ഏതാണ് ഈ മുകളിൽ കാണിക്കുന്ന ചിത്രത്തിൻ്റെ മോഷൻ എന്ന് പറയുന്നത്? അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അബ്ഡക്ഷൻ ആണ്. ഈ ഒരു മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അനാറ്റമിക്കൽ ടേം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ബിലോ ലൊക്കേഷൻസ് റെപ്രസെൻറ്റ്സ് ദ ബെസ്റ്റ് സൈറ്റ്സ് ടു ഇൻസ്പെക്ട് ചെസ്റ്റ് റിട്രാക്ഷൻസ് ഇൻ എ ചൈൽഡ് വിത്ത് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഡിസോർഡർ? ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഡിസോർഡർ ഉള്ള ഒരു കുട്ടിയുടെ ചെസ്റ്റ് റിട്രാക്ഷൻസ് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് സൈറ്റ്സ് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ചിത്രത്തിൽ പല ലൊക്കേഷൻസ് ABCDE എന്ന് പറഞ്ഞിട്ട് 5 ലൊക്കേഷൻസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു റെസ്പിറേറ്ററി ട്രാക്ട് ഡിസോർഡർ, ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഡിസോർഡർ ഉള്ള ഒരു കുട്ടിയുടെ ചെസ്റ്റ് റിട്രാക്ഷൻസ് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സൈറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A ആൻഡ് B ആണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ B ആൻഡ് C ആണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ C ആൻഡ് Dയും ഓപ്ഷൻ D ആൻഡ് Eയുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏത് സൈറ്റ്സ് ആണ് ബെസ്റ്റ് ആയിട്ടുള്ളത് ചെസ്റ്റ് റിട്രാക്ഷൻസ് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട്? അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ D ആൻഡ് E ആണ്. സബ്സ്റ്റേമിൽ റിട്രാക്ഷൻസും സബ് കോസ്റ്റൽ റിട്രാക്ഷൻസും. മൂവിങ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: your patient's finger stick blood sugar at 7:30 is 300 mg per dl. According to following slide scale, how many units would you give to your patient? 7:30 നിങ്ങളുടെ പേഷ്യൻ്റെ ഫിംഗർ സ്റ്റിക്ക് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് 300 mg per dl ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സ്ലൈഡിംഗ് സ്കെയിൽ അനുസരിച്ച് എത്ര യൂണിറ്റ് ആയിരിക്കും നിങ്ങൾ പേഷ്യൻസിന് നൽകുക? വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും നമ്മൾ നൽകുന്നത് 14 യൂണിറ്റ്സ് ആയിരിക്കും. അതായത് 251 to 350 mg per dl നൽകുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത് 14 യൂണിറ്റ്സ് ആണ്. നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്: ദ നേഴ്സ് ഈസ് കെയറിംഗ് ഓഫ് എ ഡയബറ്റിക് ചൈൽഡ് ഹൂസ് 11 AM ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ചെക്ക് ഈസ് 269 mg per dl. The physician orders the following covering schedule. According to the coverage schedule, how many units you would given your patient? ഇത്രയേ ഉള്ളൂ. 11 മണിക്ക് നേഴ്സ് ഡയബറ്റിക് ആയിട്ടുള്ള ഒരു ചൈൽഡിനെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്തത് 269 mg per dl ആണ്. ഫിസിഷ്യൻ കുറച്ച് കവറേജ് താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ അക്കോർഡിംഗ് ടു ഫിസിഷ്യൻ കവറേജ് ഷെഡ്യൂൾ നിങ്ങൾ എത്ര യൂണിറ്റ് ആയിരിക്കും നിങ്ങൾ പേഷ്യൻറ്റിന് നൽകുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ A 4 യൂണിറ്റ്സ്, ഓപ്ഷൻ B 6 യൂണിറ്റ്സ്, ഓപ്ഷൻ C 8 യൂണിറ്റ്സ് ആൻഡ് ഓപ്ഷൻ D 10 യൂണിറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റും ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B 6 യൂണിറ്റ്സ് ആണ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഫോളോയിങ് സിറിഞ്ച് കണ്ടെയ്ൻസ് മോർഫീൻ സൾഫേറ്റ് ഇൻ എ കോൺസെൻട്രേഷൻ ഓഫ് 2 mg per cc. ഹൗ മച്ച് ടോട്ടൽ മോർഫീൻ ദിസ് സിറിഞ്ച് കണ്ടെയ്ൻസ്? താഴെ കൊടുത്തിരിക്കുന്ന ഈ സിറിഞ്ചിൽ മോർഫീൻ സൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ 2 mg per cc ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഈ സിറിഞ്ചിൽ എത്ര മോർഫീൻ ഉണ്ടാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A 0.5 mg, ഓപ്ഷൻ B 1 mg, ഓപ്ഷൻ C 2 mg ആൻഡ് ഓപ്ഷൻ D 4 mg. കറക്റ്റ് ആൻസർ 4 mg ആണ്. ഈ ഒരു സിറിഞ്ചിൽ കാണുന്ന മോർഫീൻ്റെ ടോട്ടൽ അളവ് എന്ന് പറയുന്നത് 4 mg ആണ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: the following syringe contain 2 gram of morphine sulfate. How many grams are there in 1 milliliter? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറിഞ്ചിൽ 2 gram മോർഫൈൻ സൾഫേറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ഗ്രാം ആയിരിക്കും 1 milliliter ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0.5 gram, 1 gram, 2 gram, 4 gram. ഇത്രയാണ് ഓപ്ഷൻസ്. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് 1 gram ആയിരിക്കും. ഈ ഒരു സിറിഞ്ചിൽ എത്ര ഗ്രാമിലാണെങ്കിൽ 1 milliliter എത്ര ഗ്രാം മോർഫിൻ സൾഫേറ്റ് ഉണ്ടാവും എന്നാണ് ചോദിച്ചത്. 1 gram ആണ് ഉത്തരം. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഫോളോയിങ് കണ്ടീഷൻ മേ ഡെവലപ്പ് ഇൻ ഫീമെയിൽസ് ഡ്യൂ ടു ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദ ഫോളോയിങ് ഹോർമോൺസ്. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ പിക്ചറിൽ സ്ത്രീകളിലുണ്ടാകുന്ന ഈ ഒരു കണ്ടീഷനെ
ഏത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ മൂലമാണ് ഉണ്ടാകുന്നത് എന്നാണ്. ഈ ഒരു കണ്ടീഷൻ ഏത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ മൂലമാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്: ആൻഡ്രോജൻസ്, പ്രൊജസ്റ്റിറോൺ, ഈസ്ട്രജൻ, ഗ്രോത്ത്. ഈ 4 ഓപ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ മൂലമാണ് ഇങ്ങനൊരു കണ്ടീഷൻ സ്ത്രീകളിൽ ഉണ്ടാകുന്നത്? അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ, ആൻഡ്രോജൻ ആണ്. ആൻഡ്രോജൻ എന്ന് പറയുന്നത് കൂടുതലും ഒരു മെയിൽ ഹോർമോൺ ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഹോർമോണാണ്. ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഫീമെയിൽസിലും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു കണ്ടീഷൻ വരുന്നത്. ഇത് കൂടുതലും റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ആൻഡ്രോജൻ. അപ്പോൾ ഓപ്ഷൻ എ, ആൻഡ്രോജൻ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്: വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രോസസ് ഓഫ് മൂവ്മെന്റ് ഓഫ് എ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ് ഫ്രം ആൻ ഏരിയ ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ടു ആൻ ഏരിയ ഓഫ് ലോ കോൺസെൻട്രേഷൻ? അതായത് ഒരു ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ് സൊല്യൂട്ട്സിൻ്റെ മൂവ്മെന്റ് ഒരു ഹൈ കോൺസെൻട്രേഷൻ ഏരിയയിൽ നിന്നും ലോ കോൺസെൻട്രേഷൻ ഏരിയയിലേക്ക് പോകുന്നു. ഈ ഒരു മൂവ്മെന്റ്, ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? സൊല്യൂട്ട്സിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷൻ ഏരിയയിലേക്ക് മൂവ്മെൻറ്റ് ചെയ്യുന്നു. അതിന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് എഫ്യൂഷൻ, ഡിഫ്യൂഷൻ, എമൾഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ഈ 4 ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ്, ഏത് പ്രോസസ്സാണ് ഈ ഒരു ഡെഫിനിഷനെ ആധാരമാക്കിയുള്ളത്? അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഡിഫ്യൂഷൻ ആണ്. അപ്പോൾ ഡിഫ്യൂഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മൂവ്മെന്റ് ഓഫ് എ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ് ഫ്രം ആൻ ഏരിയ ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ടു ആൻ ഏരിയ ഓഫ് ലോ കോൺസെൻട്രേഷൻ എന്നാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഡിഫ്യൂഷൻ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഇൻസിഷൻ സൈറ്റ് ഫോർ ആൻ ഓപ്പൺ കൊളൈസിസ്റ്റെക്ടോമി ഓപ്പറേഷൻ? ഒരു ഓപ്പൺ കൊളൈസിസ്റ്റെക്ടോമി ഓപ്പറേഷന് ഏത് ഇൻസിഷൻ സൈറ്റാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ വരുന്ന? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2 ആണ്. ആ നീല ഡോട്ട് ലൈനിൽ കൊടുത്തിരിക്കുന്ന ആ ഇൻസിഷൻ സൈറ്റാണ് ഒരു ഓപ്പൺ കൊളൈസിസ്റ്റെക്ടോമി ഓപ്പറേഷൻ്റെ ഇൻസിഷൻ സൈറ്റ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഇൻസിഷൻ സൈറ്റ് ഫോർ ആൻ ഓപ്പൺ ഗാസ്ട്രെക്ടമി ഓപ്പറേഷൻ? ഗാസ്ട്രെക്ടമി ഓപ്പറേഷന് ഈ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഇൻസിഷൻ സൈറ്റാണ് ഗാസ്ട്രെക്ടമി ഓപ്പറേഷന് വേണ്ടുന്ന ഇൻസിഷൻ സൈറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? ഈ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ 4 ആണ്. പിങ്ക് ലൈനിൽ കൂടെ കൊടുത്തേക്കുന്ന നേരെ നടുക്കൂടെ കൊടുത്തേക്കുന്ന ആ ഇൻസിഷൻ സൈറ്റാണ് ഗാസ്ട്രെക്ടമി ഓപ്പറേഷന് യൂസ് ചെയ്യേണ്ട ഇൻസിഷൻ സൈറ്റ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഇൻസിഷൻ സൈറ്റ് ഫോർ സർജിക്കൽ അപ്പൻഡെക്ടോമി ഓപ്പറേഷൻ? അപ്പൻഡെക്ടോമി ഓപ്പറേഷന് വേണ്ടിയുള്ള ഇൻസിഷൻ സൈറ്റ് ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ, ബി, സി, ഒ, ഡി. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ അപ്പൻഡെക്ടോമി ഓപ്പറേഷൻ്റെ ഇൻസിഷൻ സൈറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ മോസ്റ്റ് പ്രോബബിൾ ടൈപ്പ് ഓഫ് അരീത്മിയ ഇൻ ദ ഫോളോയിങ് ECG? താഴെ കൊടുത്തിരിക്കുന്ന ഈ ECGയിൽ ഏത് അരീത്മിയാണെന്ന് നിങ്ങൾക്ക് കാണാം, ഏത് ടൈപ്പ് ഓഫ് അരീത്മിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആർട്ടിയൽ ഫിബ്രിലേഷൻ, ഓപ്ഷൻ ബി ആർട്ടിയൽ ഫ്ലട്ടർ, ഓപ്ഷൻ സി വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, ഓപ്ഷൻ ഡി സൂപ്രാ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ ഏത് ടൈപ്പ് ഓഫ് അരീത്മിയാണ് നിങ്ങൾക്ക് ഈ ECGയിൽ കാണാൻ പറ്റുന്നത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ആട്രിയൽ ഫിബ്രിലേഷൻ ആണ് നിങ്ങൾ ഇവിടെ കാണുന്ന ECGയിൽ കാണുന്ന ടൈപ്പ് ഓഫ് അരീത്മിയ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ മോസ്റ്റ് പ്രോബബിൾ ടൈപ്പ് ഓഫ് അരീത്മിയ ഇൻ ദ ഫോളോയിങ് ECG? നമ്മൾ മുമ്പേ വേറൊരു ECG കാണിച്ചു, ഇപ്പോൾ അതുപോലെ തന്നെ വേറൊരു ECG കാണിച്ചിരിക്കുകയാണ്. ഈ ECGയിലുള്ള ടൈപ്പ് ഓഫ് അരീത്മിയ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ആട്രിയൽ ഫിബ്രിലേഷൻ, ആട്രിയൽ ഫ്ലട്ടർ, വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, സപ്രാ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. ഇത്രയും ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതിൽ ഏത് ഓപ്ഷനാണ്, ഏത് ടൈപ്പ് ഓഫ് അരീത്മിയാണ് ഈ ECGയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ ആണ് ഈ ഒരു ECGയിൽ കാണുന്ന ടൈപ്പ് ഓഫ് അരീത്മിയ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ഫോളോയിങ് പിക്ചർ സജസ്റ്റ് ദാറ്റ് ദ പേഷ്യന്റ് ഹാസ്? ഈ ഒരു പിക്ചർ കണ്ടിട്ട് ഈ പേഷ്യൻ്റെ രോഗാവസ്ഥ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: റേനൽ ഡിസീസ്, ഹെപ്പറ്റിക് ഡിസീസ്, പൾമണറി ഡിസീസ്, സെറിബ്രൽ ഡിസീസ്. അപ്പം ഇതിൽ 4 എണ്ണത്തിൽ ഏത് രോഗാവസ്ഥയാണ് നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ പേഷ്യൻറ്റിന് ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പൾമണറി ഡിസീസ് ആണ്. ഈ ഒരു പിക്ചർ കാണുന്ന ഈ ഒരു രോഗാവസ്ഥ, ഈ പേഷ്യൻറ്റിനുള്ള ഡിസീസ് എന്ന് പറയുന്നത് പൾമണറി ഡിസീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: when a patient is vomiting postoperatively, which of the following position would the nurse use to protect the patient? അപ്പോൾ പോസ്റ്റോപ്പറേറ്റീവ്ലി ആയിട്ട് ഒരു പേഷ്യൻറ്റ്
വോമിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നേഴ്സ് ആ പേഷ്യൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഏത് പൊസിഷനിലാണ് പ്ലേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കിടത്തേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങളൊന്ന് നോക്കുക. ഈ 4 പൊസിഷനിൽ ഏത് പൊസിഷൻസിലായിരിക്കും വരുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, 4ാമത്തെ പൊസിഷനാണ്. കറക്റ്റായിട്ട് ഒരു പോസ്റ്റോപ്പറേറ്റീവ്ലി ആയിട്ട് വോമിറ്റ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിനെ ഒരു നേഴ്സ് പ്ലേസ് ചെയ്യേണ്ട പൊസിഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫോളോയിങ് പിക്ചർ റെപ്രസെന്റ് ദ പെയിൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വിച്ച് നെർവ് അഫെക്ഷൻ? ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ പിക്ചർ ഏത് നെർവ് അഫെക്ഷന്റെ പെയിൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. C2, Z6, T3, T6. ഈ 4 നെർവ് അഫെക്ഷനിൽ ഏതിന്റെ പെയിൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ ഇമേജിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി C6 ആണ്. C6 നെർവ് അഫെക്ഷന്റെ പെയിൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ ഒരു ഇമേജിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഫോട്ടോ ആദ്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ വായിക്കാം. ഓൺ അസസിംഗ് ദ ക്ലയൻറ്റ്സ് പ്രഷർ അൾസർ ദ നഴ്സ് വുഡ് ഡോക്യുമെന്റ് ദിസ് ആസ് വിച്ച് സ്റ്റേജ്? ഒരു ക്ലയന്റിന്റെ പ്രഷർ അൾസർ അസസ് ചെയ്യുന്നതിനിടയ്ക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന അവസ്ഥയെ ഏത് സ്റ്റേജ് ആയിട്ടായിരിക്കും നേഴ്സ് ഡോക്യുമെന്റ് ചെയ്യുക? എത്രാമത്തെ സ്റ്റേജിലാണ് ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പ്രഷർ അൾസറിന്റെ കേസിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4. ഈ 4 സ്റ്റേജിൽ ഏത് സ്റ്റേജ് ആണ് ഈ ഫോട്ടോയിൽ കാണുന്ന അവസ്ഥ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ സ്റ്റേജ് 3 ആണ്. പ്രഷർ അൾസറിന്റെ 3ാമത്തെ സ്റ്റേജ് ആണ് ഈ കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് പിക്ചർ റെപ്രസെന്റ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നോൺ ആസ്? ഈ ഫോട്ടോയിൽ കാണുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ എന്താണ് വിളിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇതാണ്. സോറിയാസിസ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ്, മൊളസ്കം കൊണ്ടാജിയോസം, എസീമ. ഈ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് ഈ ഫോട്ടോയിൽ കാണുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ് ആണ് ഈ ഒരു അവസ്ഥയുടെ പേര്, ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ എക്വിപ്മെന്റ് ദിസ് പിക്ചർ ഷോസ്? ഈ പിക്ചറിൽ കാണുന്ന എക്വിപ്മെന്റ് പേര് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓറോഫാരിംഗിയൽ എയർവേ OPA, നാസോഫാരിംഗിയൽ എയർവേ LPA, NPA, ലാരിംഗിയൽ മാസ്ക് എയർവേ LMA ആൻഡ് ഓപ്ഷൻ ഡി യൂറിനറി കാറ്റേറ്റർ. ഇതിൽ 4 ഏത് എക്വിപ്മെന്റ് ആണ് ഇതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി, നാസോഫാരിംഗിയൽ എയർവേ NP ആണ് ഈ ഒരു എക്വിപ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ ക്ലയന്റ് ഈസ് ബീങ് പ്രിപ്പയർഡ് ഫോർ thoracentesis. എ നഴ്സ് അസിസ്റ്റ് ദ ക്ലയന്റ് ടു വിച്ച് പൊസിഷൻ ഫോർ ദ പ്രൊസീജിയർ? ഏത് പൊസിഷനാണ് ഒരു ക്ലയന്റ് thoracentesis വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നേഴ്സ് അസിസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ലൈങ് ഇൻ ദ ബെഡ് ഓൺ ദ അഫക്റ്റഡ് സൈഡോട് ചേർന്ന് കട്ടിൽ കിടക്കുക എന്നാണ് ഒന്ന് പറഞ്ഞിരിക്കുന്നത്. ലൈങ് ദ ബെഡ് ഓൺ ദ അൺഅഫക്റ്റഡ് സൈഡ് എന്ന് വെച്ചാൽ ബാധിക്കാത്ത സൈഡ് തിരിഞ്ഞ് കിടക്കുക. ഓപ്ഷൻ ബി. 3, സിംസ് പൊസിഷൻസ് വിത്ത് ദ ഹെഡ് ഓഫ് ദ ബെഡ് ഫ്ലാറ്റ്. ഹെഡിന്റെ പൊസിഷൻ സിംസ് പൊസിഷനിൽ ഫ്ലാറ്റ് ആയിട്ട് ബെഡിൽ കിടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി, പ്രോൺ വിത്ത് ദ ഹെഡ് ടേൺ ടു ദ സൈഡ് ആൻഡ് സപ്പോർട്ടഡ് ബൈ എ പില്ലോ. പില്ലോയുടെ സപ്പോർട്ട് കൊണ്ട് ഹെഡിനെ വെച്ചിട്ട് കിടക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോൺ പൊസിഷനിൽ കിടക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ലൈങ് ഇൻ ദ ബെഡ് ഓൺ ദ അൺഅഫക്റ്റഡ് സൈഡ്. അഫക്റ്റ് ചെയ്യാത്ത സൈഡിൽ തിരിഞ്ഞ് ബെഡിൽ കിടക്കുക എന്നുള്ളതാണ് കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ നഴ്സ് ഈസ് പ്രിപ്പയറിംഗ് ടു ഇൻസേർട്ട് എ nasogastric tube into a client. The nurse places the client in which position for insertion? ഒരു നേഴ്സ് നാസോഗാസ്ട്രിക് ട്യൂബ് ഒരു ക്ലയന്റിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യാണ്. അപ്പം ക്ലയന്റിനെ ഏത് പൊസിഷനിലാണ് നേഴ്സ് പ്ലേസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, റൈറ്റ് സൈഡ്, ഓപ്ഷൻ ബി, ലോ ഫൗളേഴ്സ്, ഓപ്ഷൻ സി, ഹൈ ഫൗളേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി, സുപ്പൈൻ വിത്ത് ദ ഹെഡ് ഫ്ലാറ്റ്. ഈ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ലോ ഫൗളേഴ്സ് പൊസിഷനിലാണ്. നാസോഗാസ്ട്രിക് ട്യൂബ് ഒരു ക്ലയന്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നേഴ്സ് ആ ഒരു ക്ലയന്റിനെ പ്ലേസ് ചെയ്യേണ്ട പൊസിഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. എ നേഴ്സ് ഡെവലപ്പ് എ പ്ലാൻ ഓഫ് കെയർ ഫോർ എ ക്ലയന്റ് വിത്ത് എ ഡീപ്പ് വെയിൻ thrombosis. Which client position or activity in the plan will be included? ഒരു ഡീപ്പ് വെയിൻ ത്രോംബോസിസിലുള്ള ഒരു ക്ലയന്റിനെ നേഴ്സ് ടേക്ക് കെയർ ചെയ്യുമ്പോൾ ക്ലയന്റിനെ വരുത്തേണ്ട പൊസിഷൻ അല്ലെങ്കിൽ ഏത് ആക്ടിവിറ്റിയാണ് ആ ഒരു പ്ലാനിൽ
ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഔട്ട് ഓഫ് ബെഡ് ആക്ടിവിറ്റീസ് ആർ desired. Option B, bed rest with the affected extremity keep flat. Option C, bed rest with the elevation of the affected extremity. Option D, bed rest with the affected extremity in a dependent position. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ബെഡ് റെസ്റ്റ് വിത്ത് ദ എലിവേഷൻ ഓഫ് ദ അഫക്റ്റഡ് എക്സ്ട്രിമിറ്റി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ക്ലയന്റ് ഇൻ ലേബർ ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ദ ഡെലിവറി റൂം ആൻഡ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ സിസേറിയൻ ഡെലിവറി. ദ ക്ലയന്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ഡെലിവറി റൂം ടേബിൾ ആൻഡ് ദ നഴ്സ് പ്ലേസസ് ദ ക്ലയന്റ് ഇൻ ദ. നഴ്സ് ആ ഒരു ക്ലയന്റിനെ എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലയന്റിനെ ലേബർ റൂമിലേക്ക് മാറ്റി ഡെലിവറി റൂമിലേക്ക് മാറ്റി സിസേറിയൻ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് മാറ്റിയത്. അപ്പം ഡെലിവറി റൂം ടേബിളിലേക്ക് മാറ്റുമ്പോൾ നഴ്സ് ആ ഒരു ക്ലയന്റിനെ ഏത് പൊസിഷനിലാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഇതാണ്: ട്രെൻഡൽബർഗ്സ് പൊസിഷൻ വിത്ത് ദ ലെഗ്സ് ഇൻ സ്റ്റിറപ്സ്. ഓപ്ഷൻ ബി, സെമി ഫ്ലവർ പൊസിഷൻ വിത്ത് എ പില്ലോ അണ്ടർ ദ നീസ്. ഓപ്ഷൻ ബി, പ്രോൺ പൊസിഷൻ വിത്ത് ദ ലെഗ് സെപ്പറേറ്റഡ് ആൻഡ് എലിവേറ്റഡ്. ഓപ്ഷൻ ഡി, സുപ്പൈൻ പൊസിഷൻ വിത്ത് എ വെഡ്ജ് അണ്ടർ ദ റൈറ്റ് ഹിപ്പ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ സുപ്പൈൻ പൊസിഷൻ വിത്ത് വെഡ്ജ് അണ്ടർ ദ റൈറ്റ് ഹിപ്പ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഇതിന്റെ. അടുത്ത ക്വസ്റ്റ്യൻ: ദ നഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ ക്ലയന്റ് ഹു ഇസ് 1 day postoperative of a total hip replacement. Which is the best position in which the nurse is placed the client? അതായത് ഒരു നഴ്സ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു 1 day, ഒരു ദിവസം മുമ്പ്, ഓപ്പറേഷന് മുമ്പ് ഒരു ദിവസം മുമ്പ് ക്ലയൻറ്റിനെ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റിനുള്ള ഒരു ക്ലയൻറ്റാണ്. അതിനെ കെയർ ചെയ്യുമ്പോൾ ആ നേഴ്സ് ആ ഒരു ക്ലയൻറ്റിനെ ഏത് പൊസിഷനിലാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: സൈഡ് ലൈൻ ഓൺ ദ ഓപ്പറേറ്റീവ് സൈഡ്. ഓപ്ഷൻ ബി, ഓൺ ദ നോൺ ഓപ്പറേറ്റീവ് സൈഡ് വിത്ത് ദ ലെഗ്സ് അബ്ഡക്റ്റഡ്. ഓപ്ഷൻ സി, സൈഡ് ലൈൻ വിത്ത് ദ അഫക്റ്റഡ് ലെഗ് ഇന്റേർണലി റൊട്ടേറ്റഡ്. ഓപ്ഷൻ ഡി, സൈഡ് ലൈൻ വിത്ത് ദ അഫക്റ്റഡ് ലെഗ് എക്സ്റ്റേർണലി റൊട്ടേറ്റഡ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓൺ ദ നോൺ ഓപ്പറേറ്റീവ് സൈഡ് വിത്ത് ദ ലെഗ്സ് അബ്ഡക്റ്റഡ്. നമ്മുടെ ഈ ഒരു സെഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബെസ്റ്റ് പൊസിഷൻ ടു ഇൻക്രീസ് ദ ബ്രെയിൻ പെർഫ്യൂഷൻ? ബ്രെയിൻ പെർഫ്യൂഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ബെസ്റ്റ് പൊസിഷൻ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, പ്രോൺ. ഓപ്ഷൻ ബി, സെമി ഫോളേഴ്സ്. ഓപ്ഷൻ സി, സുപ്പൈൻ. ഓപ്ഷൻ ഡി, ട്രെൻഡലൻബർഗ്സ് ആണ് ലാസ്റ്റ് ഓപ്ഷൻ. ആൻഡ് റൈറ്റ് ആൻസർ ഈസ് ട്രെൻഡലൻബർഗ്സ് ആണ് ഈ എന്താ പറയുന്നത് നമ്മുടെ ബ്രെയിൻ പെർഫ്യൂഷന് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഗോ ത്രൂ ദിസ് ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എല്ലാവരും ഇത് ചെയ്യുക. ഇതുപോലുള്ള അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ എല്ലാ വീക്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് വരുന്നതായിരിക്കും.